ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കാലം മറന്നു. സീറ്റൊക്കെ കിട്ടുമോ പ്രകാശേട്ടാ? കിട്ടുമല്ലോ. 3 സീറ്റാണ് ഓൺലൈൻ വഴി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ചന്ദ്രു, എന്താ ഇത്? ഞാൻ പണിയെടുത്ത് കിട്ടിയ പണമാ. ഇത്രയൊക്കെ പണം കിട്ടി തുടങ്ങിയോ? പലതും അഡ്വാൻസാ. ബാക്കി പണം മുഴുവനായി കിട്ടുമ്പോ നല്ലൊരു തുകയാവും. ഉണ്ണിയപ്പോ മാമോദേട്ടാ ഇരിക്കും. ആ മാധവേട്ടൻ പ്രകാശിന്റെ കൂടെയും ഞാൻ ഹരിതയുടെ വീട്ടിലുമായി താമസിച്ചിരുന്നപ്പോ ഒരു പാതിരാത്രി ഞാൻ മാധവേട്ടന് ഉണ്ണിയപ്പം എത്തിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ ഉണ്ണിയപ്പത്തിന് കൊതിക്കുന്നുവെന്ന് ചന്ദ്രുവിന്റെ 6ാം ഇന്ദ്രിയെ അറിയിച്ചപ്പോഴല്ലേ പാതിരാത്രിയില് ഒറ്റയ്ക്ക് ഉണ്ണിയപ്പോയോ വന്നത്? അതെ. അന്നത്തെ കയ്പ് നിറഞ്ഞ ജീവിതത്തിനിടയിലും ആ ഉണ്ണിയപ്പത്തിന്റെ സ്വാദ് നമുക്ക് മധുരം പകർന്നു, അല്ലേ മാധവേട്ട? അതെ, പക്ഷേ ഇത് കടയിലെ ഉണ്ണിയപ്പോ. ചന്ദ്രു ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ സ്വാദ് ഒരിക്കലും കിട്ടില്ല. ആ, ഒന്നുകൂടെ അങ്ങോട്ട് പച്ച പിടിക്കട്ടെ. ചന്ദ്രു ഉണ്ണിയപ്പം ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് മതി വരുവോളം കഴിക്കണം. ഈ പണമെല്ലാം നമുക്ക് കൂട്ടി വെക്കണം. എന്നിട്ട് ആ പണം കൊണ്ട് മാനത്തെ കൊട്ടാരം തീർക്കണം. എന്നെ പരാന്നഭോജിയായി കണ്ട മക്കളുടെ മുന്നില് എനിക്ക് പുത്തൻ പണക്കാരനായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം ചന്ദ്രു. നമുക്കാരോടും മത്സരമൊന്നും വേണ്ട. മാന്യമായും സമാധാനമായും ജീവിക്കണം. കുറച്ച് പൈസ ഉണ്ടാക്കി ചെറിയൊരു വാടക വീട് എടുക്കണം. അപ്പോ നമ്മുടെ മാനത്തെ കൊട്ടാരം വേണ്ടെന്നോ? അതിന്റെ തകരാറ് മാധവേട്ടൻ ശരിയാക്കും. എന്നിട്ട് സ്വന്തമായി ട്രാവൽ ചെയ്യാൻ ഈ മാനത്തെ കൊട്ടാരം ഉപയോഗിക്കും. ഇതും തരക്കേടില്ല. എന്നാലും എന്റെ ചന്ദ്രൻ ഉണ്ടാക്കുന്നതിന്റെ അത്രയും വരില്ല.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. ഇന്നലെ കലിപുണ്ട് എല്ലാവരും കടിച്ചു കീറാൻ നിന്നവനാ. ആ ഇന്നിപ്പോ ദേ പുറത്തു പോകാൻ ഒരുങ്ങി നിന്നോളാം നിന്നെ ഫോൺ വിളിച്ചു പറയുന്നു. എന്താടി അവന്റെ സ്വഭാവം ഇങ്ങനെ അടിക്കടിക്ക് മാറുന്നേ? ബാധ വിട്ടു പോയില്ലേ? തുലാവർഷത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ പ്രകാശേട്ടന്റെ സ്വഭാവം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. തീരെ പ്രതീക്ഷിക്കാതെയാ കാറും കോളും നിറഞ്ഞ് ഇടിയും മിന്നലുമായിട്ട് അന്തരീക്ഷം മാറുന്നത്. ഇപ്പോ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുക. വലിയ ഹോട്ടലിൽ നിന്ന് നമുക്കൊക്കെ ചെലവ് നടത്താനായിരിക്കും അച്ഛന്റെ പ്ലാൻ. മുത്തശ്ശി പറയുന്ന പോലെയാണെങ്കിൽ ഈ പ്രേതബാധ അച്ഛനെ വിട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. വേഗം റെഡിയാവും മുത്തശ്ശി, നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അങ്ങനെ പ്രതീക്ഷയൊന്നും വേണ്ടമ്മേ. എന്തെങ്കിലും 10 കാശ് കയ്യിൽ വരാനുള്ള വഴിയെങ്കിലും പ്രകാശേട്ടന് കിട്ടിക്കാണും. അതുകൊണ്ടാ പുള്ളിക്കാരന്റെ മനസ്സിനൊരു തെളിച്ചം. അല്ല, അതിനു മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ? അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഒരുങ്ങിയത്. നമ്മൾ ഏത് ഹോട്ടലിലാ അച്ഛാ പോകുന്നത്? ഹോട്ടലിലേക്കല്ലടാ, മാളിലേക്ക്, സിനിമ തിയേറ്ററിലേക്ക്. നമ്മൾ ഒരുമിച്ചൊരു സിനിമ കാണുന്നു. അപ്പൊ ഫുഡിന്റെ കാര്യോ? അതൊക്കെ വാങ്ങിത്തരടാ. നന്നായി. സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കാലം മറന്നു. സീറ്റൊക്കെ കിട്ടുമോ പ്രകാശേട്ടാ? കിട്ടുമല്ലോ. 3 സീറ്റാണ് ഓൺലൈൻ വഴി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. 3 സീറ്റോ? അമ്മയുൾപ്പെടെ നമ്മള് 4 പേരുണ്ടല്ലോ. ഹാ, അമ്മയെ ഈ സിനിമ നമ്മൾ കാണിക്കുന്നില്ല. ഇതേ ഒരുമാതിരി വെട്ടും കുത്തും ഫൈറ്റും മാത്രമുള്ള ഒരു പട അമ്മയ്ക്ക് ബോറാവും. അമ്മയ്ക്ക് നല്ല കുടുംബ കഥയുള്ള മോഹൻലാലിന്റെ സിനിമ വരുമ്പോ കൊണ്ടുപോയി ഞാൻ കാണിക്കും. ദേ ഇന്നേ സി കേരളത്തിലുണ്ടല്ലോ കുടുംബ സിനിമയുണ്ട്. സി കേരളത്തിൽ സിനിമ കാണുമ്പോഴേ തിയേറ്റർ എഫക്റ്റാ. അമ്മ ഇവിടെ ഇരുന്ന് സി കേരളത്തിന്റെ സിനിമ കാണും. പ്രകാശേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? അമ്മയ്ക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാ. അമ്മയും കൂടെ കൊണ്ടേ നമ്മൾ പോകുന്നുള്ളൂ. വേണ്ട മോളെ, പ്രകാശം പറയുന്ന ശരി. ഈ വെട്ടും കുത്തുള്ള പടമൊന്നും എനിക്കിഷ്ടമല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്നെ പോലെ വേണ്ടാത്ത കാര്യത്തിനൊന്നും അമ്മ ചാടി ഇറങ്ങില്ല. തിരിച്ചു വരുമ്പോ അമ്മയ്ക്ക് നല്ല ചൂട് മസാല ദോശ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അത് വേണമെന്നില്ല മോനെ. കണ്ടോ? ആ, ഇങ്ങനെ വേണം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ. മാനത്തെ കൊട്ടാരം